നീ പറഞ്ഞിട്ട് പോയാൽ മതി. നീ പറഞ്ഞിട്ട് പോയാൽ നീ എന്നെ UK കൊണ്ടുപോയില്ലയോ? നീ കുറെ കാലം എന്നെ എടുത്ത് പറ്റിക്കുന്നു. നീ ഇന്ന് കൊണ്ടാ നാളെ കൊണ്ടാ ഇപ്പൊ 1.5 കൊല്ലായില്ലേ? എന്തെന്റെ പ്രശ്നം? ചുമ്മാ നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. എന്റെ വീട്ടിലൊരു കടിക്കുന്ന പട്ടിയുണ്ട്, അതിന് പുറത്തിറക്കെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാം. UK കൊണ്ടുപോകാം. അവിടെ ഒരു ചലഞ്ച് തരാം. UK ചലഞ്ചാ? ഈ ഡോഗിനെയോ? ഇതല്ല, വേറെ ഡോഗ്. അപ്പൊ നിന്റെ ഈ കടിക്കുന്ന പട്ടി ഞാൻ പുറത്തിറക്കിയ പ്രശ്നം കഴിയും. പൈസ ഒന്നും വേണ്ടല്ലോ? ഇല്ല, ഫ്രീ വിസ. ഓക്കെ, എന്നാൽ നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങോട്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ അടുത്തേക്ക് വൈഷ്ണവി അല്ലെ? വൈഷ്ണവി നമുക്ക് UK ശരിക്കും ചലഞ്ച് തരാൻ വേണ്ടി ഇവിടെ വന്നാട്ടോ. ആളെ വീടാണ് ഇവിടെ ശരിക്കും, പക്ഷെ അതിനായിട്ട് വന്നതാണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു റോഡ് വീലർ ഉണ്ട് അല്ലേ? എത്ര വയസ്സായി അവന്? 4 വയസ്സായി. ഇനി അവന്റെ കാര്യം എങ്ങനെ ചോദിക്കാം? എന്താ അവന്റെ ശരിക്കും അവന്റെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. സ്ട്രേഞ്ചേഴ്സിനൊന്നും തൊടാൻ പറ്റത്തില്ല. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സിനൊന്നും അകത്ത് കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ വീട്ടിലെല്ലാവരോടും ഭയങ്കര പറ്റാ. നമ്മള് 4 പേരോടും, അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. കസിൻസ് ഒക്കെ ഉണ്ടല്ലോ? കസിൻസ് ഒക്കെ ഉണ്ട്. അവർക്കൊന്നും അവരിതുവരെ തൊട്ടിട്ടില്ല. പേടിയാണ്, എടുത്തു പോകാറില്ല. അവരോട് അവൻ ഈ കുറേ അഗ്രഷനൊന്നും ഇല്ല അവരോട്? കുറെയൊക്കെ ഉണ്ട്. അവര് പേടിച്ചിട്ട് അവരും തൊടാറില്ല. പിന്നെ നല്ല ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നമ്മളും തൊടാറില്ല. പക്ഷെ നമ്മള് കടിക്കത്തില്ല. കടിക്കണമെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ ദേഷ്യം മാറും നമ്മളോട്. ഇതുവരെ അങ്ങനെ കടിക്കാനുള്ള ഇത് വന്നില്ല. പക്ഷെ ഇതുവരെ പുറത്തൊന്നും. അപ്പം എന്നോട് ആദ്യം ഒന്ന് ചലഞ്ച് എന്താ അറിയോ? ആദ്യം തന്നെ പറഞ്ഞു, ചേട്ടാ എന്റെ വീട്ടിൽ റോഡുണ്ട്, അവനെ ചേട്ടൻ ഒന്ന് പുറത്തിറക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ ചലഞ്ച് അങ്ങനെയായിരുന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. രണ്ടാമത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവനൊന്ന് തൊടണമെന്നായി. അതായത് ആദ്യത്തെ ചലഞ്ച് പുറത്തിറക്കണം എന്നായിരുന്നു, പിന്നെ ഒന്ന് തൊടണം എന്നാണ്. ഇപ്പോൾ വന്നപ്പം ഇന്നലെ എന്നോട് വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ചേട്ടാ അവന് ഒരു ടോയ് കൊടുത്താൽ ആ ടോയ് ചേട്ടനെ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, ഈ റോഡ് വീലറിനെ വളർത്തുന്നവർക്ക് അറിയാം കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും അറിയണമെന്നില്ല, റോഡ് വീലറിനെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം. ടോയ് അഗ്രഷൻ, അതായത് അവർക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ആ സാധനം, ഈ റോഡ് വീലറിന്റെ പ്രത്യേക ഒരു ക്യാരക്ടർ കേട്ടോ. മറ്റുള്ള ഡോഗ് ചിലപ്പോൾ തരുന്നുണ്ട്, റോഡ് വീലറിന് പ്രത്യേക ഒരു ക്യാരക്ടർ ഉണ്ട്. ടോയ് അഗ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ എന്തൊക്കെ തലവത്തി പറഞ്ഞാലും ഈ സാധനം അവരെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചലഞ്ച് തന്ന ആള് വൈഷ്ണവി തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വൈഷ്ണവിയും കൂട്ടി പോകുന്നുണ്ട്. വൈഷ്ണവി ഒന്ന് എടുത്ത് കാണിക്കണം. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആളോട്. വൈഷ്ണവി ഒന്ന് എടുത്ത് കാണിക്കണം. എടുത്ത് കാണിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ എനിക്ക് എടുത്ത് സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം, ഈ 2 കാര്യങ്ങൾ, ആദ്യത്തെ പറഞ്ഞ കൂട്ടിന്ന് പുറത്തിറക്കുക അല്ലെങ്കിൽ അവനെ തൊടാ, ഈ 2 കാര്യങ്ങൾ എനിക്ക് പറ്റുന്നൊരു ഒരു പ്രതീക്ഷയുണ്ട്. ഈ മൂന്നാമത്തെ കാര്യം ടോയ് അഗ്രഷൻ എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് നമുക്ക് റോഡ് വീലിൽ എടുത്ത് ഈ 10-5 മിനിറ്റ് കൊണ്ട് നമ്മൾ പോയി ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും. കടി കിട്ടുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇനി കിട്ടിയാലും കിട്ടിയില്ല, നമ്മൾ ട്രൈ ചെയ്യും. ഡയറക്റ്റ് അങ്ങ് പോവാണ്. ഞാൻ ടിജോ ആണ് ക്യാമറമാൻ. ഞാൻ ടിജോനെ വിട്ടിട്ട് അഗ്രഷൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടെ കസിൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കസിൻസിന് വെച്ച് അഗ്രഷൻ കാണിക്കാൻ കേട്ടോ. ഇന്നലെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ വിഷയം നിങ്ങൾ അറിയിച്ചേക്ക്. വൈഷ്ണവിന്റെയും പിന്നെ വൈഷ്ണവിയുടെ അനിയത്തിയുടെയും ബർത്ത്ഡേ, 2 പേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് കേട്ടോ. 2 പേരും ഏജ് വ്യത്യാസം എത്രയുണ്ട്? 2 ഇയേഴ്സ്. ടിൻസ് അല്ല കേട്ടോ, 2 വർഷം വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. പക്ഷേ 2 പേരുടെ ഡിസംബർ 7 അല്ലേ? ഡിസംബർ 7 ബർത്ത്ഡേ വിശേഷം. അഗ്രഷൻ ആരൊക്കെ കാണിക്കണം? ഇവിടെ കുറച്ച് പേര് മോഹൻ തരാതൊക്കെ ആളിരിപ്പുണ്ട്. അവനും വരില്ല. പേരെന്താ അവന്റെ? പൊന്നുസവാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഇതില് വന്നുപോയി. അപ്പൊ വാ, നിന്നെ മോഹം കാണിക്കില്ല. അയ്യോ, പൊന്നൂസിനെ നാണം, പൊന്നൂസിന് മോഹം കാണാൻ. പേരെന്താ? അവന്റെ പേരെന്താ? ഇനിയിപ്പോ ഞാൻ എന്തായാലും ഇടും. ഈ ഇത്ര എടുത്ത കാര്യം എന്തായാലും ഇടുമല്ലോ. അപ്പൊ പോകാൻ വന്നായിരുന്ന മോശം പൊന്നൂസിനാണ്, നാണക്കേടായിപ്പോ. അപ്പൊ ഇത്രയും നമ്മള് ആളുടെ അനുവാദം കൂടാതെ പറഞ്ഞ ചേച്ചിയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പേരെന്താ? ഞാൻ പറഞ്ഞ ബർത്ത്ഡേ ആള് അവിടെ ഇരിക്കുന്ന ബർത്ത്ഡേകൾ പുറകെ ഇരിക്കുന്നത്, അതായത് വൈഷ്ണവിയുടെ അനിയത്തി. പേരെന്തായിരുന്നു? വിഷ്ണുപ്രിയ. ആളും നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ആളാണ്. പിന്നെ 2 പേരുണ്ട്. പേരെന്താ? ദേവപ്രിയ, സൂര്യദേവ്. ഭയങ്കര പേരാണല്ലോ എല്ലാവരുടെ അല്ലേ. അപ്പോൾ ഞാൻ ക്യാമറ വാങ്ങാം. അപ്പോൾ മച്ചാനൊന്ന് പോയിക്കേ. അല്ല, ടിജോനൊന്ന് പോയിക്കാം. ഞാൻ മൈക്ക് തരാം. അവനെന്നേ ഈ സാധാരണ അവനെ വിളിക്കുന്നവരൊന്ന് വിളിച്ചോണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്താണ് അവന്റെ സ്ഥിതി. അവനെ ഇച്ചിരി ബുദ്ധിയുള്ളവനാണ്. അവന് കാര്യം മനസ്സിലായി. എന്തോ ഒരു സംഭവം അവന് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലായി. വീഡിയോ എടുക്കുമ്പോൾ അറിയാല്ലേ. വൈഷ്ണവ് പറഞ്ഞ എന്തോ ഒരു കാര്യമുണ്ട്. ഇത് ടിജോ ഞാൻ ജസ്റ്റ് മോർണിംഗ് വന്നവനെ. അപ്പൊ അവന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും ഒരു ഡോഗുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുമായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. വൈഷ്ണവിക്ക് അറിയാലോ, നമ്മള് ഡോഗിനെ കണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ടൈം ഡോഗിനെ കാണുന്ന മുതൽ വീഡിയോയിൽ വരണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഡോഗിനെ തമ്മിൽ പക്ഷേ ഞാൻ ഇന്ന് ക്യാമറ വാങ്ങാം. ടിജോ ജസ്റ്റ് ഒന്ന് അവന്റെ ടിജോ മൈക്കുന്നു. ടിജോ നോക്കിടാ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഒരു ലൈറ്റിന്റെ ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട്
ഇവിടെ വേറൊരു കൂട് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, അമേരിക്കൻ പുള്ളി. അപ്പൊ ആ കൂട് മാറ്റാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് എടുത്തു. അപ്പൊ ലൈറ്റിന്റെ ഒരു സീൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്നാ റോക്സി എന്താ ഇവിടെ പേര്? റോക്സിന് ഇപ്പൊ കഴിഞ്ഞ മുമ്പ് നമ്മൾ ഏതൊരു റോക്സിന് ഇവിടെ ചെയ്തായിരുന്നല്ലോ അല്ലേ? അതെ റോക്സി ചേച്ചി നിനക്ക് എനിക്കെന്ന ചലഞ്ച് എന്താ അറിയോ? എന്താ അറിയാ? എല്ലാം അറിയോ? ചേച്ചി എനിക്കൊന്ന് ചലഞ്ച് എന്താ അറിയാ? നിന്നെ തൊടണം. ആദ്യം നിന്നെ തൊടണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നേ, മൈൻഡ് ചെയ്യാതിരിക്കില്ല, ഇങ്ങോട്ട് വാ. ആദ്യം നിന്നെ തൊടണം എന്ന് പറഞ്ഞു, പിന്നെ നിന്നെ ഇറക്കണം എന്ന് പറഞ്ഞു, പിന്നെ നിന്റെ ഒരു ടോയ് ഉണ്ട് കയ്യില്, ആ ടോയ് എടുക്കണം എന്ന് പറഞ്ഞു. എന്താണ് സ്ഥിതിഗതികൾ? എന്താ സ്ഥിതികൾ? എന്റെ കൂടെ വരിക. ചേച്ചിക്ക് മുമ്പ് എന്നെ മാനം കെടുത്തരുത് കേട്ടാ. ചേച്ചി പറഞ്ഞ ചേച്ചീനെ മാനം കെടുത്തരുന്ന് ചേച്ചി നിന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട് എനിക്കറിയാം. വൈഷ്ണവ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നു, ചേട്ടാ നാണം കെടുത്തരുത്. നാണം കെടുത്തുന്നതല്ല, റോക്സി നാണം കെടുത്തോ എനിക്കൊരു പേടി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ലൈറ്റിന്റെ സീനുകളുണ്ട്, ഞങ്ങൾ അപ്പുറം നിൽക്കാം, ഇവിടെ നിൽക്കാം. വിളിച്ചിട്ടുണ്ടോ? അല്ല നീ അതിനോണ്ടേ കയറുന്നു, ജസ്റ്റ് എറിയ മതിലിനപ്പുറം ആ മതിൽ കയറുന്നു. അപ്പോൾ വെളിച്ചത്തിന്റെ ഒരു സീൻ ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചത്തിന്റെ ഒരു സീനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങളിത് പൊരുത്തപ്പെടാണ് കേട്ടോ. അപ്പോൾ ഇവന്റെ കൂടെ എന്തായാലും ഇത്ര ഹെവി ആയതുകൊണ്ട് മാറ്റിയേക്കാൾ ഏരിയ ഇല്ല. അപ്പൊ അതിന്റെ ഒരു വിഷയം വെളിച്ചത്തിലുണ്ടാവും. നിങ്ങൾ പ്രേക്ഷകർ ക്ഷമിക്കുക, വെളിച്ചമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വന്നേ റോക്സി, വന്നേ വാ. എന്താണ് റോക്സി ഇവിടെ വന്നടാ? ഇങ്ങ് വന്നേ. ചേച്ചി തന്നെ ചേച്ചി കാര്യമായിട്ട് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടില്ലേ അല്ലേ? ആടാ നേരത്തെ വന്നവരല്ലോ, നേരത്തെ വന്നല്ലോ. ഇവനിവിടെ ഇച്ചിരി ടെററും കൂടെ അല്ലേ ഇവിടെ എല്ലാവരോടും? അല്ല നാട്ടുകാർക്ക് ശേഷം റോട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ളതുകൊണ്ട് അല്ലേ റോക്സി? എന്താണ് ഒരു ക്ഷയിക്കാൻ തരാ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നൈസായിട്ടേ ചേച്ചി എന്തൊക്കെ പറഞ്ഞ കേക്ക് അല്ല, ഇന്ന് വൈകുന്നേരം നിനക്ക് ട്രീറ്റ് തരുന്നുണ്ടാവില്ല. ചോറ് തരും. ആർക്കവന് സങ്കടമാകോ? അതായത് നിന്നോട് എന്നെ കടിക്കണമെന്ന്. കഴിച്ചാൽ ചേച്ചി എന്തൊക്കെ നിനക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ട് നോക്കി. കടിച്ചാൽ ചേച്ചി എന്തൊക്കെ നിനക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എന്താ തന്നെ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാ. ഡി പെണ്ണേ ഇവിടെ ഡി. ചേച്ചി ഇന്നലെ ബർത്ത്ഡേ നിനക്ക് എന്തൊക്കെയാ തന്നെ? ഈച്ചേനെ പിന്നെ പിടിക്കാം, ഇങ്ങോട്ട് വാ. എടി ഇവിടെ ചേച്ചി ഇന്നലെ ഇവിടെ വന്നേ. ഡി ഇവിടെ വാടി. ചേച്ചി ഇന്നലെ ബർത്ത്ഡേ നിനക്ക് എന്തൊക്കെയാ തന്നെ? നീ ചേച്ചിനെ പിടിച്ചോ. ഇവിടെ പിടിച്ച. അപ്പൊ റോക്സി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ വാടി. അടിയാണോ കളിച്ച? അടിക്കൂന്ന്. അടിക്കട്ടെ തന്നെ. അടിക്കട്ടെ തന്നെ. ഇവിടെ താടി കൈയോടെ താടി. ഇത് കൈയോടെ തരാൻ. മൂക്ക് തട്ടെ ചേട്ടാ. ഞുള്ളിച്ചിട്ട് ഞാൻ ഞുള്ളടെ നാക്കറി ഞുള്ള തട്ടെ. നാക്കട്ടെ ഞുള്ള ക്ഷയിക്കാൻ തന്നെ. പക്ഷെ ക്ഷയിക്കാൻ വരുമോ? ക്ഷയിക്കാൻ അടി. ഇവിടെ താടി ക്ഷയിക്കാൻ. ഇവിടെ താടി ശരിയൊക്കെ ചേട്ടാ. നഖം ഞാൻ പറിച്ചെടുക്കും. അങ്ങോട്ട് പറിക്കട്ടെ നഖം. ഞാൻ പറിക്കട്ടെ. ഡി പെണ്ണേ. ക്ഷയിക്കാൻ. എന്നിട്ട് ടോയ് ആകർഷണം ഭയങ്കര ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ. ടോയ് ആകർഷൻ അപ്പൊ ടോയ് കാണുന്നില്ലെങ്കിൽ കാണിച്ചു കൊടുത്തു. ഇനി നമ്മുടെ പ്രശ്നം ഇച്ചിരി ഇപ്പുറം നീ തിരിഞ്ഞിങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് അങ്ങനെ ടോയ് കൊടുത്തേ നോക്കട്ടെ. നിങ്ങളുടെ ടോയ് ആക്ഷൻ ഇല്ല കേട്ടാ, ഇവരോട് ഇല്ല. എന്നോട് അങ്ങനെ കുഴപ്പമില്ല. അതിനോട് കുഴപ്പമില്ല. ടോയ് ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല അവിടുന്ന് കൂട്ടിലിട്ട് കഴിഞ്ഞാല്. അതായത് ഞാൻ പോകുന്നതിന് മുന്നേ പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ 2 വർഷമായിട്ട് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുറച്ചൊരു നീ ഇങ്ങനെ ടോയ് കൊടുത്താൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ ഞാൻ കടിക്കരുത് പറഞ്ഞ ടോയ് കടിക്കത്തില്ല. അതുപോലെ നോക്കണം. അതിൻ്റെ ഉള്ളിൽ എവിടെ ഇടും ടോയ്. ഞാൻ കെയർ എടുക്കണം എന്നാണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ സാധനമുണ്ട്, ഇത് വെച്ച് നമ്മൾ തോണ്ടി എടുക്കുന്നതായിരിക്കും. റോക്സി നീ അമ്മയും പോട്ടെ. അമ്മ ഇവിടെ ഉണ്ട് കേട്ടാ. ഇതാണ് അമ്മ കേട്ടാ. ഇതാണ് റോക്സിന്റെ ഇവള്. പിന്നെ വൈഷ്ണവിനെ ഇപ്പൊ വലിയ കാര്യമൊന്നും എന്താ പറയാ, 2 വർഷമായിട്ട് വൈഷ്ണവ അല്ലല്ലോ ഇപ്പൊ നമുക്ക് ഫീഡ് ചെയ്യുന്നത്. അമ്മയാണ്. പിന്നെ അമ്മേനെ കണ്ടാലേ ഫുഡ് കഴിക്കുള്ളൂ കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനത്തെ അമ്മേന്റെ പെറ്റാണ്. അപ്പൊ നമ്മുടെ ഇതിലെന്തായാലും അവന്റെ പേരോ മറ്റേ റോഡ് വീലർ അല്ലേ
പാപ്പം തിന്നാൻ കഴിയിട്ടോ സംഭവം. അപ്പൊ അങ്ങനത്തെ റോഡ് വീലറാണ് അമ്മയോട് കേട്ടാ ഇവള്. എന്നാ കൊടുത്തോ. ആർക്കും കൊടുക്കില്ലേ? ആ ഇതിന്റെ ആർക്കും കൊടുക്കരുത് പറഞ്ഞ്. ഇത് പെണ്ണ ഇതെനിക്ക് തരുമോടി, എനിക്ക് തരൂ ഇത്, ഞാൻ എടുത്തോട്ടെ. പാവ കരയുന്നുണ്ടല്ലോ, കീന്ന് വെച്ചല്ലോ പാവ. ഇത് ചേട്ടാ എടുത്തോട്ടെ, ചേട്ടാക്ക് തരൂ ഇത്, ചേട്ടാ എടുത്തോട്ടെ. താഴെ ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ, ഞാൻ സ്ലോ മോഷൻ കണ്ടു ചേട്ടോ, ഫാസ്റ്റ് ആയിരുന്നു. എടുക്കട്ടെ ഇങ്ങോട്ട്, ചേട്ടാ എടുത്തോട്ടെ. ചേട്ടാക്ക് തരൂ ഇത്. അവളോടൊന്നും വിടരുതെന്നൊക്കെ പറയുന്നു. ചേട്ടാക്കിതാ ഒരെണ്ണം ഒരു പ്രാവശ്യം കടി തരാനല്ലോ പറഞ്ഞ ആ സാധനം. പാവം താടി എടുത്ത് ആടി വണ്ണേ. എടി പെണ്ണേ നീ തരുവോ? താ ചേട്ടായിക്ക കയ്യെ പിടിച്ച് ഞുള്ളു ഞാൻ. ചേട്ടായിക്ക ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം എന്നാ നമ്മൾ തമ്മിൽ സെറ്റ്. താടി പാവ എടുക്കട്ടെ ചേട്ടായി. ചേട്ടാ എടുത്തോട്ടോ. അടി വെച്ച് വരും ചേട്ടായി. മറ്റേ റോഡ് വീലറിന്റെ ബാസ് ഒന്ന് കരഞ്ഞ് ഒന്ന് ഒച്ചുണ്ടായി. താടി വേണേ, താടി. റോക്സി നോ, റോക്സി എന്തടിക്കണേ എടി താടി വേണേ, താടി അതാ. ചേട്ടാ ഒന്ന് എടുത്തോട്ടെ, ഒറ്റ പ്രാവശ്യം എടുത്തോട്ടെ. ഒരു പ്രാവശ്യം എടുത്തോട്ടെ, ഒരു പ്രാവശ്യം. അല്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നീ എടുത്ത് കാണിച്ചു കൊടുത്തേ. അല്ല ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ റോഡ് വീലർക്ക്, പ്രത്യേകിച്ച് റോഡ് വീലേഴ്സിന് ഇങ്ങനെ ടോയ് അഗ്രഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റും നോക്കണല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ പറ്റുന്ന കാര്യമാണോ നോക്കണല്ലോ. കളിക്കാലോ, കളിച്ചാലോ, കളിച്ചാലോ. കൊടുക്കാൻ അവക്ക് കൊടുക്ക്, കളിച്ചാലോ. കളിക്കണ്ടേ കുഞ്ഞിട്ട്? നിന്നെ കടിക്കില്ലാന്നല്ലോ പറഞ്ഞേ, വേദനിപ്പിക്കലാന്നല്ലോ പറഞ്ഞേ. ഇവള് പറഞ്ഞെന്ന് വെച്ചാല് വാങ്ങിയാൽ ചിലപ്പോ കടിപ്പി. അതെന്തിനാ റോഷു? എനിക്കാ എടുത്തോട്ടെ താടി വേണേ. ചേട്ടായി ഇനി ചേട്ടായി വന്നിട്ട് ഇവക്ക് കൊടുക്കരുത് കേട്ടാ. ഇനി ചേട്ടായി കൊച്ചിന് തരാം, എന്നിട്ട് വൈഷ്ണവിക്ക് കൊടുക്കരുത്. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ വേറൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇവള് ഇന്ന് നാളെയൊക്കെ പോകും. ഇവള് 11-ാം തീയതി ഈ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടായോട് വരും, നമ്മൾ തമ്മിലായിരിക്കും ഇനി ബാക്കിയുള്ള ഡീലിങ്സ്. ഉറപ്പാണ് അത് പറ. നമ്മൾ തമ്മിലായിരിക്കും ഇനി അടുത്ത ഡീലിങ്സ്. കൊച്ചു ഓക്കെ ആണോ? അമ്മയുടെ ഓക്കെ, അമ്മേനെ വിട്ടേക്ക്. അമ്മ ഇവിടെ എപ്പോഴും ഉള്ളതാണല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കണ്ണൂർ വരും, വയനാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണൂർ വരും. എങ്ങോട്ട് വരും? കണ്ണൂർ വരും. ഒരു ഉമ്മ വരാ പറ. ഇവിടെ ആർക്ക് വേണം? നിന്നിട്ട് അവള് UK പോയില്ലേ? ഇല്ലേ? നിന്നിട്ട് അവള് UK പോയില്ലേ? 2 കൊല്ലം നിന്നെ അവൾക്ക് വേണമായിരുന്നോ? അപ്പൊ എന്താ ചിന്തിക്കണ്ടേ? പെൺപിള്ളേരെ നമ്പാൻ പാടില്ല, മനസ്സിലായല്ലോ? അമ്മമാരെ നമ്പാ, അച്ഛന്മാരെ നമ്പാ, എന്നെ പോലുള്ള മാമ്മമാരെ നമ്പാ. ഇവളെ പോലുള്ളവരെ ഒരിക്കലും നമ്പരുത്. 2 കൊല്ലത്തേക്ക് നിന്നെ വേണ്ടാതെ പോയല്ലേ. എന്നാ കൊച്ചു പിടിച്ച ഇവ കൊടുക്കരുത് കേട്ടാ. മോമോ നോക്കടാ. ശരിയാക്കില്ല. ഇപ്പൊ ഷേക്കാൻ ചേട്ടായ ഒരു ഷേക്കാൻഡ് തന്നിട്ട് ഒരു നഖം. ഈ നഖം നമുക്ക് വെട്ടിയാലോ? നമുക്ക് നഖം വെട്ടിക്കളഞ്ഞാലോ? നഖമൊന്നും നമുക്ക് വേണ്ട. കൊച്ചിന് നഖമൊന്നും നമുക്കൊന്നും വേണ്ട. പറ, നഖമൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. നമ്മള് ശുന്ദരിയല്ല. ഈ ചുന്ദരിമാരിങ്ങനെ ഈ മുഖം ഇങ്ങനെ മാറ്റാൻ പാടില്ല, മനസ്സിലായല്ലോ? ഗ്ലാമർ പോവും. ദേഷ്യം, നല്ല ഗ്ലാമറുള്ള പെമ്പിള്ളേർ ദേഷ്യപ്പെടാൻ പാടില്ല. അവർ ചിരിച്ചോണ്ട് നിൽക്കണം. ഈ നാക്കെടുത്ത് സൈഡിലേക്ക് ഇട്ടേ, ഇപ്പുറ സൈഡിലേക്ക്. നമുക്ക് പുറത്തിറങ്ങിയാലോ? അതാ പറ, ഇന്ന് പുറത്തിറങ്ങിയാലോ? പുറത്തിറങ്ങി നോക്കാം. ഇനി നമുക്കൊന്ന് പുറത്തിറങ്ങി അവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ചാലോ? ഇത്ര നമ്മൾ കൂട്ടിന്നായില്ലല്ലേ ജോ? അല്ലേ? ചേട്ടാ എടുത്തോട്ടെ, ഇതെടുത്തോട്ടെ. നമ്മൾ ഇത്രയും വർത്താനം പറഞ്ഞാണ്. മാറ്, ചേട്ടാ എടുക്കട്ടെ. വിടറേ പ്ലീസ്. മാനം കളയരുത്. നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡ് ഉണ്ട്. ഇനി മാനം കളയരുത് കേട്ടല്ലോ. ആ കേട്ടോ, എൻ്റെ കൊച്ചാണത്. ഇതാരാണ്? ചേട്ടായുടെ കൊച്ച്. ഇതാരാണ്?
ചേട്ടാ എന്റെ കൊച്ച് റോക്സി മോളാണ് സോപ്പിട്ടില്ലേ അതിന് ഞെക്കല്ലേ താടിയോടെ പെണ്ണെ എടി ആ റോക്സി ഹാ ചേട്ടാ എടുക്കട്ടെ ചേട്ടാ എടുക്കട്ടെ ചേട്ടാ എടുക്കട്ടെ താടിയോടെ എത്തിക്കല്ലേ കഴുത താഴെ റോക്സി ഇല്ല റോക്സി ഇല്ല താ താ എടുത്തുതാ ഇതാ കൊച്ചിങ്ങതാ താടി ശരിയാവാൻ ചോട്ടോ ഇറക്കട്ടെ കൊച്ചിനെ പുറത്തിറക്കിയാലോ കൊച്ചിനെ എവിടെ ഇവിടെ ഇതിടുന്ന ഞങ്ങൾ എന്ത് അവിടെ ഉണ്ട് എവിടെ എടുത്തിട്ടോ നീ പോയി പണിയാ തരുന്നില്ല ചില എടുത്ത് ടോയ് എടുത്ത് ടോയ് ഞാൻ കൈ പിടിച്ചാൽ തന്നാലോ ചേട്ടായി ഉള്ളിൽ വെച്ച് തന്നാലോ കൈ കടിക്കാ പാക്കുവാണ് ആക്സസ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിലേക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്യാം കേട്ടോ ഇനി ടോയ് അവിടെ ഇരിക്കട്ടെ കേട്ടാ ടോയ് ചേട്ടാ തരാം ചേട്ടാ ഇനി നമ്മൾ എന്ത് ചെയ്യണം പുറത്തിറങ്ങിയിട്ട് നമുക്ക് കുറെ കസിൻസ് ഉണ്ടെന്ന് പറഞ്ഞത് എല്ലാത്തിനും നമുക്ക് ഓടിക്കാം ബർത്ത്ഡേക്ക് വന്നാൽ അവർ പോയിട്ടില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ബർത്ത്ഡേക്ക് വന്നത് എല്ലാത്തിനും നമുക്ക് പോയിട്ട് പറപ്പിക്കണം അല്ലേ എങ്ങനെ ഇരുന്ന കഴുത്തേൽ ഇത് ചേട്ടാ എടുത്ത കഴുത്തേൽ എന്നാ മാറിക്കാൻ ഞാൻ തന്നെ ഇടാം മാറി ഇട്ടേ അതെന്താ വേണം അങ്ങനെ അതെന്താ അങ്ങനെ നിനക്ക് ഇറക്കാനായപ്പോ ഒരു കടിയൊക്കെ ബാ ചേട്ടാ ഇടാം മാറേ ഇങ്ങോട്ട് എത്തിട്ടെ അതെന്താണ് അവന്റെ മുഖം അവിടെ നിന്ന് തിരിച്ചൊക്കെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ആള് എന്നാ നമ്മൾ ഇതും കാണിച്ച ആളുടെ മുഖം അങ്ങ് മാറി ഇങ്ങ് വന്നേ ബാ തരട്ടെ ആ ബാ തരട്ടോ ബാടി ഇല്ല ഇതിരട്ടെ ചേട്ടാ ഇതിരട്ടേന്ന് ഞങ്ങളെ ഇട്ടെ ഇങ്ങോട്ട് വാ കൈ ഉള്ളിയിട്ട് എന്നെ കയ്യിൽ നിന്ന് കടിച്ചു പറിച്ചേക്കരുത് മനസ്സിലായല്ലോ ഒരു ലിമിറ്റ് വേണം കടിക്കുന്നതിന് മനസ്സിലായോ വേറെ കാര്യമുണ്ട് റോട്ടാണ് കേട്ടോ റോട്ട് നമ്മൾ ഇപ്പം ഞങ്ങൾ തമ്മിലിപ്പോൾ വീഡിയോയ്ക്ക് ഒരു 15 മിനിറ്റാണ് സമയം ഇതുണ്ടെങ്കിൽ ആ 15 മിനിറ്റാണ് ഇൻട്രാക്ഷൻ നമ്മുടെ പ്രേക്ഷകരിൽ ചിലവർ പറയും കേട്ടോ ചിലവർ എല്ലാവരും അല്ല ഡോഗിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ ഏത് ഡോഗും നമ്മളോട് ഇറങ്ങി വരും നമ്മളോട് അഗ്രഷൻ കാണിക്കാതെ കൂടെ വരും എന്ന് പറയും അപ്പൊ നമ്മൾക്ക് ചലഞ്ച് വന്നേക്കുന്ന ആളുകളെല്ലാവരും ഒന്നെങ്കിൽ ആ ഡോഗ് വീട്ടിൽ അത്യാവശ്യം അഗ്രഷൻ വീട്ടിൽ 1-2 പേരോട് മാത്രം അടുപ്പം ബാക്കി എല്ലാവരോടും ദേഷ്യം മനസ്സിലായില്ലേ അപ്പം എന്നേക്കാളും കൂടുതൽ ഇവിടെ എപ്പോഴും വന്നപ്പോ വൈഷ്ണവിന്റെ കസിൻസ് ഒക്കെ എപ്പോഴും വരുന്നതാണല്ലോ അപ്പം അവരോടൊക്കെ ഈ അഗ്രഷൻ കാണിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ചലഞ്ച് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വന്ന് ജസ്റ്റ് ഒരു ഫുഡ് പോലും നമ്മൾ കൊടുക്കാറില്ല നമ്മളെ ഒരു എപ്പോഴും ചിലർ പറയുന്നേക്കാം നിങ്ങൾ ഫുഡ് കൊടുക്കും ഡോഗ് അടങ്ങുന്നു അങ്ങനെ ഇല്ല കേട്ടോ അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഈ ചലഞ്ച് അല്ല അതിന് മുന്നേ കിട്ടുന്ന ചലഞ്ചുകളിലൊക്കെ ഓണർ വരെ ഫുഡ് കൊടുത്തിട്ട് ഓണറെ കടിക്കുന്ന ഡോഗിനാണ് നമുക്ക് ചലഞ്ച് ചെയ്യുന്നത് അപ്പൊ ഞാൻ വന്നിട്ട് ഒരു ദിവസം ഫുഡ് കൊടുത്തിട്ട് ഒരു നേരെ ഫുഡ് കൊടുത്തുകൊണ്ടൊന്നും ആ ഒരു മാറ്റം വരാനൊന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു സാധനം കൂടെ ഇതിലുണ്ട് കേട്ടാ നീ ഇങ്ങനെ ഇട്ടുള്ളതാ കൂടിന് ഇട്ടിട്ടുള്ള അപ്പൊ കൂട്ടിന് കഴിഞ്ഞിട്ടുണ്ടോ പറയുന്ന ഞാൻ അല്ല ഞാൻ അങ്ങനെ ഇടണം ഇപ്പോഴേ വൈഷ്ണവി ഇടയ്ക്കിടയ്ക്ക് തന്ത്രം മാറ്റിയുണ്ടോ ഇപ്പൊ അല്ല അവിടെ ഇട്ട് കാണിച്ചു അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ അവൾക്ക് കുറച്ച് ധൈര്യം എന്താ അറിയോ അവൻ ചങ്ങലയുടെ സമ്മതിക്കുന്നില്ല അപ്പം കൂട്ടി കയറി അല്ല കൂടിന്റെ ഉള്ളിൽ നിന്ന് ചങ്ങലിട്ടങ്ങ് ഇറക്കാൻ പറഞ്ഞു അടുത്തൊരു സംഭവം അപ്പൊ എന്തായാലും അവൾ കടിക്കുകയാണെങ്കിൽ കടിക്കട്ടെ ഞാൻ ചങ്ങലെടുക്കാം കേട്ടെ നോ അതാ നീ കാണിച്ചേ അതാ നീ കാണിച്ചേ എന്തിനാ കാണിച്ചേ ഇരട്ടെ ചങ്ങലിട്ടെ ചങ്ങലിട്ടെ അവളെ അതിന്റെ ഇടയ്ക്കൊന്ന് കയറി കടിച്ചില്ല ഒന്ന് അവളെ തന്നെ ഓടിച്ചിട്ടാ ഒന്ന് ചാർജ് ചെയ്തായിരുന്നു പക്ഷെ മുറിഞ്ഞില്ല ഇതെണ്ടാ ഒന്ന് ഉള്ള തുപ്പലൊക്കെ അടച്ചു ഇതിൽ വന്നിരിക്കുന്നത് ഒന്ന് പ്രശ്നം കിട്ടിയില്ല പൈസ അത് ജസ്റ്റ് ചാർജ് ചെയ്തായിരുന്നു അല്ല വേണേ എന്നാ ഇറങ്ങാം മോനൊക്കെ ഒന്നും കടിക്കരുത് വാടി വേണേ ഇതിരട്ടെ ഇട്ടാ നമുക്ക് പുറത്തിറങ്ങാം അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഇടിപ്പിക്കും വീഡിയോ ഒരുപാട് നീട്ടി പോവില്ല വാ പോയാ നമുക്ക് അവരൊക്കെ പിടിക്കാൻ പോകുമ്പോ വാ അങ്ങോട്ട് പാടി ഇത് പാടി ഇപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് സൗണ്ട് ഇങ്ങനെ നൈസായിട്ട്
ഞാൻ കൂടിനുള്ളിലേക്ക് കൈ കൊണ്ട് പോകുമ്പോൾ രഹസ്യമായിട്ട് ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. ബാ ഡബിൾ മൈൻഡ്. നീട്ടാ. അപ്പൊ ഞാൻ അതിലൊരു തോൽവി സമ്മതിച്ചതല്ല കേട്ടാ. ഞാൻ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാനുണ്ടാന്ന് വെച്ചു. കാരണം ഒന്ന് ബൈറ്റിന് ശ്രമിച്ചായിരുന്നുള്ളൂ. അപ്പോൾ വേറെ 1-2 കമ്മിറ്റ്മെന്റുകളും നമ്മൾ എടുത്തിട്ടുണ്ട് ഏത് വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ചങ്ങലയിടുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം അവള് കടിക്കാൻ വേണ്ടി കടിക്കുന്നതല്ല. നേരത്തെ വായിനുള്ളിൽ കൈ പോയായിരുന്നു. പക്ഷെ എന്നിട്ടും അവള് മുറിവേൽപ്പിച്ചിട്ടില്ല എന്നുള്ളൂ. പക്ഷെ നമ്മളത് രണ്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്ന്, ഇവിടെ ആരെയും കടിച്ചിട്ടില്ല, നിലവിൽ ആരെയും കടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു 50-50 ചാൻസ് ആണ്. അതുപോലെ അവളുടെ പല്ലെങ്ങനെ കൊണ്ട് എന്റെ കൈ മുറിഞ്ഞ ഇത്രയും പിന്നെ അമ്മ ഇവിടെ കണ്ണോണ്ട് വെക്കുന്നു, എല്ലാം കണ്ണോണ്ട് വെക്കുന്നത്. അപ്പൊ ഇവളെ ഒരാളെ കടിച്ചിട്ട് ഒരു സീൻ വരുത്തേണ്ടെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ ഒരു കടി ഇതിനുള്ളിൽ നിന്ന് കടിക്കാൻ ശ്രമിച്ചു എന്നുള്ള സാധനം ഞാൻ ബാക്കപ്പ് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും അല്ല ഇപ്പൊ ഇറക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം അല്ലേ. ബാ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. പേടിയുണ്ട് കേട്ടോ അവക്ക്. ക്യാമറമാൻ വന്ന ടീച്ച വാ. പക്ഷെ അവളുടെ അവൾ മൈൻഡ് കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. വാ, നിന്നെ അടിച്ചോണ്ട് പോയി ചേട്ടായി. ചേട്ടാ അടിച്ചോണ്ട് പോയി കൊച്ചിനെ. കൊച്ചു ഞാനും മാത്രം. ഇനി ആരുമില്ല. വാ നമുക്ക് പോവാം. അവൾ ഇടയ്ക്കിടയ്ക്ക് അവിടുന്നേ പിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പുറകെ ചെയ്തിട്ട് ഡോഗ്സ്. കാരണം ഡോഗ് പേടിച്ചാട്ടോ നിൽക്കുന്നത് കണ്ട. അവൾ വാല് വന്നിട്ടുണ്ട്. ഡബിൾ മൈൻഡാണ്. റോഡ് വീലറിന് പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കിന് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. അവർ അറ്റാക്ക് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പൊ ഇതില് അമ്മ എവിടുന്ന് വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഡോഗ് ഇപ്പൊ നിലവിൽ പേടിച്ചാ നിൽക്കുന്നത്. അവളുടെ വാല് കണ്ട താ നിൽക്കുന്നുണ്ട്. ഡബിൾ മൈൻഡ് അവള്. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു പറഞ്ഞാണ് പുറകെ എന്തൊക്കെയോ അപശബ്ദങ്ങൾ അവൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ടിജോനെ പിടിച്ചാലോ നമുക്ക്? ടിജോനെ പിടിച്ചാലോ? ഇവിടെ പറഞ്ഞേട്ടോ ക്യാച്ച് പിടിക്കാൻ പറഞ്ഞു. പച്ചയ്ക്ക് പറയുന്ന ഒരു റോഡ് വീലറിന്റെ ഓണർ ഇതുപോലെ നമ്മൾ ഡോഗിനെ പുറത്തിറക്കി നിന്ന് കഴിയുമ്പോൾ റോക്സി പിടിക്കുന്ന ഇവിടെ പറയുന്നു. നിങ്ങൾ കണ്ടോ അവള് സൈക്കോളജിക്ക് മൂവ് ഒക്കെ പറഞ്ഞാലോ? അവള് പോട്ടെ, പോവാ നമുക്ക് പോവാം. ഞാനത്തെ അമ്മ എന്നെ വലിച്ചോണ്ട് പോകുന്നു. എന്നാ പിടിച്ച അമ്മയെ മോളെ അടിച്ചോണ്ട് പോയിന്ന്. അപ്പൊ എന്താ സ്ഥിതി? ഇത്രയും മതിയെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ താൻ ഉദ്ദേശിച്ചവരാണോ കാര്യങ്ങൾ വന്നേ? ചങ്ങലിടൽ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ അവളെ ഇനിയിപ്പോ ഇവരാരും ഇല്ല ഞാൻ ചങ്ങലിടും കേട്ടോ. നിങ്ങൾ ആരും ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ചങ്ങലിടും. അമ്മയെന്ന് മാറിക്കാമേ എല്ലാവരും. ഓക്കെ, നീയും വയ്ക്കാം. ഞാൻ കാണിച്ചു തരാം വീട്ടിൽ ചങ്ങല. ഞങ്ങൾ ഇടാൻ പറ്റും നോക്കട്ടെ. എന്തായാലും ആ ഒരു സാധനം അവളോട് പറഞ്ഞിട്ടുണ്ട്. ചങ്ങല ഇടാത്ത ഒരു സീനാണെന്ന് പറഞ്ഞേക്കുന്നു ആള്. ഇവിടുന്ന് പോകണം. ഞാൻ വീഡിയോ കാണിച്ചു തരും. ലൈവ് കാണിച്ചു തരും. അതെ, ഇനിയിപ്പോ എന്നെ കടിച്ചാലേ നിങ്ങളുടെ മുന്നിൽ നിന്ന് എന്നെ കടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫീൽ വരേണ്ട വെച്ചാൽ എന്നാ അവിടെ നിന്നായി ഞാൻ ഇട്ടോളാം. അവിടെ നിന്ന് അതെ. എന്നാ അമ്മച്ചി മാറുന്നോ? ഞാൻ ചങ്ങലിട്ട് കാണിച്ചു തരാം. ചങ്ങലിടണമെന്നൊരു ടാസ്കുകൾ പറഞ്ഞു. അപ്പൊ ചങ്ങലിടാതെ നമ്മൾ പോകുന്നത് മോശമല്ലേ? അല്ലേ? ചങ്ങലിടാതെ പോകുന്ന മോശമല്ലേ? അയില്ല അയില്ല. അങ്ങോട്ട് പോടാ. അങ്ങോട്ട്. അപ്പൊ നമ്മള് ഒരു ടാസ്ക് അവള് തന്നിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിലും അത് അതിന്റെ ഒരു മോശമല്ലേ? വേറെ ഒന്നല്ല, ഞാൻ അവിടെ നിന്ന് അവരുടെ മുന്നിൽ നിന്നേ ജസ്റ്റ് നമ്മളെ റോക്സി എന്തെങ്കിലും ചെറിയ രീതിയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ വളർത്തുന്ന ഡോഗായ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഈ ഇവള് വളർത്തുന്ന ഡോഗാണ് എനിക്ക്. അത് വൈഷ്ണ ഇവളെന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന കേട്ടോ. വേറെ പേര് പെട്ടെന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇടാത്തതെന്ന് വെച്ചാൽ നമുക്കൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ല. അവിടെ നിന്ന് എനിക്കറിയാം ഇത്ര ഹെവി ഡോഗാണല്ലോ. അപ്പോൾ അവളുടെ പല്ല് എല്ലാം ജസ്റ്റ് കൊണ്ടിട്ടൊരു മുറി വരുമ്പോൾ ഇവരുടെ മുമ്പിൽ നിന്ന് മോശമല്ലേ? അവളുടെ ഒരു കടി വാങ്ങി വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അല്ലാതെ ഇടാൻ നമുക്ക് പേടിയുണ്ടായിട്ടല്ല, ഞാൻ സ്വയം പൊങ്ങിയതല്ല കേട്ടോ. അങ്ങനെയല്ല, അതിൻ്റെ ഒരു ഫീൽ നമ്മൾ വരുത്തിയതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഞാനിത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ഇട്ട സാധനം കണ്ടായിരുന്നോ? ഒളിഞ്ഞോക്കി ഉണ്ടല്ലേ? ഒരു ഭീകരി അവൾ ഒളിഞ്ഞോക്കി കണ്ടു കേട്ടാ. അപ്പൊ എന്നാ എന്തടി അവൾ പറഞ്ഞോ പിടിക്കുന്നൊക്കെ പറയുന്ന നൈസായിട്ട്.
അപ്പൊ എന്നാ ഇതുപോലെ ഇത്രയും പോരെ? ഓക്കെ അല്ലേ? അപ്പൊ എന്താ ചെലവെന്താ ഞാൻ പറ. എനിക്ക് വിസിറ്റ് അങ്ങോട്ട് കറങ്ങാൻ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് UK-ലേക്ക്. അതും സാധിച്ചെന്നാ മതി. ഓക്കെ ആണോ? നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാലോ. ബൈ. ഓക്കെ.